ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 10 79 അധ്യായം. ബലദേവകൃത തീർത്ഥയാത്ര. ശ്രീശുകൻ പറഞ്ഞു, പിന്നത്തെ വാവിന്നു കൊടും കാറ്റടിക്കുകയാൽ നൃപാ പരന്നു ധൂളി പടലം നീളെ ദുർഗന്ധപൂരവും യജ്ഞശാലയിലുണ്ടായി. പിന്നെ വിൺമൂത്രവർഷവും ശൂലിയായി അവിടെ കാണായി അതു വർഷിച്ച ബില്വലൻ. അഞ്ജനപ്പാറപ്പൊളി പോൽ മുന്നിൽ നിൽക്കുന്ന ഭീകരൻ. തപ്തതാമ്രശിഖാശ്മശ്രുതം ശ്രോഗ്രഭൃഗുടീമുഖൻ ശത്രുഘ്നം മുസലം. പിന്നെ ദൈത്യഘ്നം ഹലവും ബലൻ ധ്യാനിച്ച നിമിഷം തന്നെ പ്രാപിച്ചു തൻ്റെ സന്നിധി. വലിച്ചു കരിയാൽ വിണ്ണിൽ പാറും ബല്വലനെ ബലൻ ബ്രഹ്മദ്രുഹശിരസിംഗലടിച്ചു മുസലത്തിനാൽ. നെറ്റികീറി ചോര തുപ്പിച്ചീറി വീണാൻ നിലത്തവൻ വജ്രത്തിനാൽ പിളർക്കപ്പെട്ടതിരിപോൽ ശോണവർണ്ണനായി. വൃത്രഘ്നനെ സുരർ കണക്കഭിഷേചിച്ചു രാമനെ സ്തുതിയാൽ സഫലാശിസാൽ മഹാഭാഗർ മഹർഷിമാർ. വൈജയന്തിമാല വാടാ പത്മശ്രീദളമോഹനം രാമന്നവർ കൊടുത്തു പട്ടാംബരം ദിവ്യഭൂഷയം. വിട ചോദിച്ചവരെ വിട്ടെത്തി കൗശികിയിൽ ബലൻ സ്നാതൻ സവിപ്രൻ പിമ്പെത്തി സരയൂദ്ഭവവാപിയിൽ. സരയൂ തീരത്തിലൂടെ പോയി പ്രയാഗയിൽ മുങ്ങിനാൻ. ദേവാദി തർപ്പണം ചെയ്തു പോകിനാൻ പുലഹാശ്രമം. വിപാശാ ഗോമതി ശോണാ ഗണ്ഡകി സ്നാതനെത്തിനാൻ ഗയയിൽ. അർപ്പിച്ചു പൂകി ഗംഗാസാഗര സംഗമം. മഹേന്ദ്രാദ്രിയിൽ വന്ദിച്ചു രാമനെ. പിന്നെ മുങ്ങിനാൻ പമ്പയിൽ ഭാഗീരഥിയിൽ ഗോദാവരിയിൽ വേണിയിൽ. സ്കന്ദനെ ദർശിച്ചു പൂകി ശ്രീശൈലം ഗിരിശാലയം. പിന്നെ പൂകി ദ്രാവിഡത്തിൽ പാവനം വെങ്കിടാചലം. കാമപ്രദം കാഞ്ചി പുണ്യകാവേരി അതിനപ്പുറം ഹരിവാണരുളും സാക്ഷാൽ ശ്രീശൈലം പൂകിനാൻ ബലൻ. ഋഷഭാദ്രി ഹരിക്ഷേത്രം തെക്കൻ മധുര. ഇങ്ങനെ കടലിൽ സേതുവും ബുക്കാൻ മഹാപാപം നശിക്കുവാൻ. വിപ്രർക്കു പൈക്കളെ പിന്നെ 10,000 കൃതമാല താമ്രവർണ്ണീ മലയങ്ങളിലെത്തിനാൻ. മലയത്തിൽ തപം ചെയ്യും അഗസ്ത്യനെ നമിച്ചവൻ തദനുഗ്രഹവും വാങ്ങിച്ചെന്നു തെക്കൻ കടൽക്കരെ. ദർശിച്ചാൻ അവിടെ കന്യാദുർഗയായ കുമാരിയെ. പിമ്പനന്തപുരത്തെത്തി പുണ്യപഞ്ചാപ്സരസിലും സ്നാതൻ ദാനം ചെയ്തു വീണ്ടും ഗോക്കളെ 10,000. കേരളം വഴി പോയി പൂകി പിന്നെ രാമൻ ത്രികർത്തകം. പിന്നെ ധൂർജടി വാഴുന്ന ഗോകർണാഖ്യ ശിവാലയം. പിന്നെ മൂകാംബികയെയും കൂപ്പി ശൂർപ്പരകം വഴി താപീപയൂഷ്ണി നിർവിന്ധ്യകളിലൂടെ എത്തി ദണ്ഡകം. രേവാതീരം വഴിക്കെത്തി പിന്നെ മാഹിഷ്മതീപുരി. മനുതീർത്ഥ സ്പർശശേഷം പൂകി രാമൻ പ്രവാസവും. കുരുപാണ്ഡവ യുദ്ധത്തിൽ ഭൂപരേറെ മരിച്ചതായി ദ്വിജർ ചൊല്ലിക്കേൾക്കെ ഓർത്തു നീങ്ങി ഭൂഭാരമത്രമേൽ. ഭീമനും ദുര്യോധനനും ഗദായുദ്ധം നടത്തവേ തടുക്കാനായി കുരുക്ഷേത്രം പ്രാപിച്ചു യാദവൻ ബലൻ. നകുലൻ സഹദേവൻ കൃഷ്ണാർജുനന്മാർ യുധിഷ്ഠിരൻ കൈകൂപ്പി നിന്നോർത്തു വന്നതെന്തോ താനായിരിക്കണം. ജയേച്ഛയാൽ ഗദയുമായി തമ്മിലേൽക്കെ വിദഗ്ധമായി കറങ്ങും ഇരുകോപിഷ്ഠന്മാരെ കണ്ടോതിനാൻ ബലൻ. ഹേ രാജൻ, ഹേ ഭീമ, നിങ്ങൾ തുല്യരാം ബലശാലികൾ. ഒരാൾക്കേറും പ്രാണബലം അഭ്യാസബലം അന്യനും. അതിനാൽ രണ്ടാൾക്കുമില്ല ജയാപജയ സാധ്യത. അതിനാൽ നിഷ്ഫലരണം നിർത്തുവിൻ സമവീര്യരെ. അന്യോന്യം കൊള്ളിവാക്കോതി ചെയ്ത ശല്യങ്ങളോർക്കയാൽ സാരോപദേശം കേട്ടില്ല രണ്ടാളും ബദ്ധവൈരികൾ. കർമായത്തമിതെന്നോർത്തു മടങ്ങി ദ്വാരകയ്ക്കവൻ. ഉഗ്രസേനാദി ബന്ധുക്കളൊത്താമോദിച്ചു പിമ്പവൻ. പടയൊക്കെ വെടിഞ്ഞെത്തി നൈമിഷം പിന്നെയും ബലൻ. തുഷ്ടർഷികൾ യജിപ്പിച്ചു മഹേശന മഖങ്ങളാൽ. ആത്മാവിൽ വിശ്വത്തിൽ ആത്മാവും ദൃശ്യമാം വിധം വിശുദ്ധ വിജ്ഞാനം അവർക്കരുളി ഭഗവാൻ ബലൻ. സഭാര്യാവഭൃതസ്നാതൻ സുഹൃത് ബന്ധുസമേതനായി സ്വശോഭയാൽ അമ്പിളി പോൽ ശോഭിച്ചു സുദുകൂലവാൻ. അനന്തന്മായ മനുഷ്യൻ അപ്രമേയൻ ബലിഷ്ഠനായി. ഇപ്രകാരം പലേ കർമ്മമനുഷ്ഠിച്ചിടിനാൻ ബലൻ. അത്ഭുതക്രിയനാം രാമൻ അനന്തൻ ചെയ്തതൊക്കെയും കാലത്ത് അന്തിക്കുമോർപ്പോനിൽ ഭവിക്കും വിഷ്ണുകാരുണി. ഹരേ നമഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.